1000 മേടിച്ചു കൊടുത്ത ഒരു സാരി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ഞാൻ ഒരു ഷൂട്ടിന് പോകുന്നുണ്ട് ഞായറാഴ്ച. ഈ വരുന്ന സൺഡേ ഞാനൊരു ഷൂട്ടിന് പോകുന്നുണ്ട്. അപ്പോൾ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എനിക്കൊരു 1 വീക്കിനുള്ളിൽ എന്തായാലും ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഡെലിവറി ടൈം നോക്കുമ്പം എനിക്ക് ഞായറാഴ്ച കഴിഞ്ഞിട്ടാണ് സാധനങ്ങൾ വരുത്തുള്ളൂ. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി മേടിക്കാമെന്ന്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 റെഫറൻസ് കൊടുത്തേക്കാം. ആ ഒരു ഡ്രസ്സാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് തപ്പിയുള്ള ഒരു വ്ളോഗാണ്. അത് തപ്പിയുള്ള ഒരു പോകലാണ് ഇന്ന്. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ കാണിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ കുറച്ചുകൂടെ ടൈം കിട്ടിയിരുന്നെങ്കിൽ ഓൺലൈനിൽ മേടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വ്ളോഗിൽ കൂടെ കാണാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് വേണ്ടത് ഒരു വൈറ്റ് കുർത്തിയായിരുന്നു. സോ ഞാൻ ആദ്യമായിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ ഫസ്റ്റ് തന്നെ കാണിച്ചത് ഒരു XXL സൈസുള്ള ഒരു വലിയ കുർത്തിയാണ്. അത് ചെറുതാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സിൽവർ പാറ്റേൺ ഒക്കെ വരുന്ന ഒരെണ്ണം അതെനിക്ക് വേണ്ട. പിന്നെ ഒരു ഓഫ് വൈറ്റ് കാണിച്ചു, അതും എനിക്ക് വേണ്ട. അവിടെ ഞാൻ ഷോൾ എടുക്കാന്ന് വിചാരിച്ചു. ഷോൾ എനിക്ക് സെറ്റായി. ഒരു 250 രൂപ പറഞ്ഞു. അവർ ഓഫർ വെച്ചിട്ട് ഒരു 240 രൂപയ്ക്ക് എനിക്ക് സാധനം കിട്ടി. ഷോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ പിന്നെ ഒരു ബസ്സും പിടിച്ച് പറവൂരി എന്നിട്ട് ടോപ്പ് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ 2 ഞാനിപ്പോ എടുത്തേക്കുന്നത്. ഒരു വൈഡല്ലാത്തൊരു നെക്ക് വരുന്ന ഒരു അക്കോബ മെറ്റീരിയൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മറ്റേ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഉള്ള ഒരു തുണിയാണ്. എനിക്കിതിന്റെ അത്രയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് അറിയത്തുള്ളൂ. അത് ഞാൻ ഇട്ട് നോക്കി, പക്ഷെ അതെന്തോ സെറ്റ് ആയില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സാണ് പിന്നെ ഞാൻ എടുത്തത്. ഇത് ഫുള്ളി അക്കോബ മെറ്റീരിയൽ ആണ്. പടുത പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇത് ഞാൻ എന്റെ ഫുഡിക്ക് അയച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ഇത് ഓക്കെ ആണ്, ഇത് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എടുക്കാമെന്ന്. ഇനിയിപ്പം നമുക്ക് നോക്കേണ്ടത് സാരിയും ബ്ലൗസും. പാന്റ് ഞാൻ ഓൾറെഡി ഉള്ളത് തന്നെ യൂസ് ചെയ്യുന്നത്. സാരി എന്ത് ചെയ്താ എക്സാക്ട് ആ പിക്ചറിലുള്ള സാധനം എനിക്ക് കിട്ടിയില്ല. പക്ഷെ ബ്ലൗസ് കിട്ടി. ബ്ലൗസ് ഒരു ബ്ലാക്കും കൂടെ ഞാൻ വാങ്ങിച്ചു. ഫേസ് ഒക്കെ ആകെ കുളമായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ത്രെഡ് ചെയ്തു. പിന്നെ ഒന്ന് ക്ലീനപ്പും ചെയ്തു. എന്റെ ഫേസ് ഭയങ്കര ഓയിലി ഫേസ് ആയതുകൊണ്ട് എപ്പോഴൊന്നും ഞാൻ ക്ലീനപ്പും ചെയ്യാറില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കുണ്ടും കുഴിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ അത്യാവശ്യം ക്ലീനപ്പ് ഒക്കെ ചെയ്ത് ഫേസ് ഒന്ന് സെറ്റാക്കി. ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം രാത്രി ആയി തുടങ്ങി. അപ്പൊ ഇനി നമ്മള് പറവൂരെന്നുള്ള സംഗമത്തിൽ പോയി നമുക്ക് എക്സാക്ട് സെയിം കളറുള്ള ഒരു സാധനം, സെയിം കളറാണ്, ആ റെഫറൻസിലുമായിട്ട് കുറച്ചൊക്കെ ഒരു സാമ്യത്തിൽ നിൽക്കുന്ന ഒരു സാരി ഇതിനകത്തൊന്ന് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തു. ഞാൻ ആ ഫ്ലവർ ഉള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതാണ് ഞാൻ എടുത്തത്. ആ ഫ്ലവർ കണ്ടപ്പോൾ എന്റെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഇത് തന്നെ മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഓഫറിന് ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് കണ്ടു. ഈ ഒരു ഡ്രസ്സാണ് പെപ്ലം ടോപ്പ് എന്നാണ് പറയുന്നതാണ് എനിക്ക് എന്റെ ഒരു വിശ്വാസം. ഈ ഒരു ടോപ്പ് ഞാൻ എടുത്തു. നല്ല ഓഫറിലുണ്ടായിരുന്നു. 200 സംതിങ്ങിന് എന്തോ 230 അത്രയും റേറ്റിലാണ്. പക്ഷെ സാരിക്ക് നല്ല റേറ്റ് ആയിരുന്നു. അങ്ങനെ രാത്രിയായി. ഈ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. പതിവില്ലാതെ രാവിലെ വെറും 4 മണിക്കൂർ മാത്രം ഉറക്കം വെച്ചിട്ട് ഒരു 6 മണി 6:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താണെന്നറിയില്ല, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വേറെ ആരും പറഞ്ഞ് എണ്ണീപ്പിക്കാതെ ഞാൻ ഇത്രയും ഉത്തരവാദിത്തത്തോടെ ഓരോ കാര്യത്തിനൊക്കെ പോകുന്നത്. 7:26 എങ്ങാണ്ട് എന്റെ ട്രെയിൻ വരുന്നത്. കറക്റ്റ് ഓൺ ടൈമിൽ ഞാൻ എത്തി. അതാണ് ഏറ്റവും കോമഡി. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് ബസ് കിട്ടി, ട്രെയിൻ കിട്ടി. അങ്ങനെ അപ്പൊ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഏറ്റുമാനൂരോട്ടാണ് പോകുന്നത്. നമ്മൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പിക്ക് ചെയ്തിട്ട് ഞാൻ ദോശ കഴിച്ചോളൂ. എന്നിട്ട് നമ്മൾ സ്പോട്ടിലെത്തി. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് ഇട്ടിട്ടുള്ള ലുക്കാണ്, കുറച്ച് എസ്തെറ്റിക് വൈബ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നമ്മൾ ഇന്നൊരു ചെറിയൊരു ഷൂട്ടിന് വേണ്ടി ചെയ്യാൻ പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ടീമുണ്ട്. ആ ഫോട്ടോസ് നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ചെറിയ പ്രോപ്പർട്ടീസ് ഒക്കെ എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ക്യാമറ ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ആദ്യം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ഏറ്റുമാനൂർ പൊതുവെ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ദ ഡേറ്റിന്റെ ഒരു കൺസെപ്റ്റ് ഷൂട്ടാണ്. നമ്മളൊരു സ്റ്റോറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഷൂട്ടാണ്. ഇതാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ, അധികം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല.
അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലൈറ്റ്സിലെ അർജുൻ ചേട്ടനാണ് നമുക്ക് ഫോട്ടോ എടുത്തു തരുന്നത്. അപ്പോൾ അർജുൻ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീഡിയോഗ്രാഫർ. ബെവനായിരുന്നു എൻ്റെ വീഡിയോഗ്രാഫർ. എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് ഔട്ട്പുട്ട്, എന്തായിട്ട് വരും എന്നുള്ളതിലായിരുന്നു എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. പിന്നെ വലിയ ബഹളവും കാര്യങ്ങളും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഒരു വലിയ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ആളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്ന ഫുഡ് വെയർ. നടന്നുകൂടിയൊക്കെ ചുവന്നു വന്നു കാലാവസാനം. നമ്മൾ നേരെ ഒരു കഫേയിൽ പോയി. ലെമൺ ജ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു സെക്കൻഡ് ലുക്കും കൂടെ ഉണ്ട്. ആ സെക്കൻഡ് ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. അപ്പോൾ ഇതായിരുന്നു ആ സെക്കൻഡ് ലുക്ക്. ആദ്യം വീഡിയോയിൽ കണ്ടില്ലായിരുന്നു ഒരു സാരിയും ബ്ലൗസും. അതായിരുന്നു നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഒരു അമ്പലത്തിലോട്ടായിരുന്നു. അവിടെയായിരുന്നു ഷൂട്ട്, ഒരു അമ്പലക്കുളം. പക്ഷെ നിങ്ങൾക്ക് ദൂരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അമ്പലക്കുളം കുളമായിട്ട് കിടക്കുകയാണ്. അമ്പലക്കുളം അതിൻ്റെ പരിസരം ഭയങ്കര കുളമായിട്ട് കിടക്കുകയാണ്. മഴയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി നോക്കി. പക്ഷെ കുറച്ച് സമയവും അതിൻ്റെ അറ്റ്മോസ്ഫിയറും കുറച്ച് ഡാർക്ക് ആയതിനാൽ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ പോയി. ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതിനിടയ്ക്ക് സാരി പണി തന്നു. ഇതേ കളർ ഇളകി തുടങ്ങി. അങ്ങനെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. 2 ഷൂട്ടും കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ട്രെയിനിലാണ് പോകുന്നത്. നെക്സ്റ്റ് ഡേ നമ്മളൊരു നെയ് റോസ്റ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇന്നലെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഇന്നലെ ഒത്തിരി ലേറ്റായി. നമ്മുടെ ട്രെയിൻ ഡിലേ ആയി. അതുകൊണ്ട് അടുത്ത ദിവസം പോകാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടുവിട്ടിട്ട് PNC പോയി. എറണാകുളം ജംഗ്ഷനിലെത്തി കഴിഞ്ഞപ്പോൾ ട്രെയിൻ കുറച്ചു നേരം പിടിച്ചിട്ടു. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ഇതൊക്കെ വൃത്തിയാക്കാൻ ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ആലുവ എത്തി. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ കയറിയ ബസ് കഴിഞ്ഞിട്ടുള്ള ബസ് ദേ പോന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഉരുകി. അയ്യോ, എല്ലാ ബസ്സും പോകുന്നത് നോക്കിയിരുന്ന് സാധാരണ ഞാനിങ്ങനെ കണ്ണെഴുതാറില്ല ഉള്ളിൽ. ഇന്ന് എന്തോ എഴുതിയപ്പോൾ ഒരു രസമുള്ളതായിട്ട് തോന്നി. അതൊക്കെ നോക്കി ഇങ്ങനെ വായുമ്പോൾ ചിരിക്കുമ്പോഴാണ് ബസ് എടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത്.